നമ്മളൊക്കെ ലൈഫ് ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഗ്രാഫിൻ്റെ ഏറ്റവും അടിയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ ഉയർത്തി എഴുന്നേൽത്ത് വരികയാണ്. ഹാർഡ് വർക്കും മറ്റുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇങ്ങനെ സാവധാനേ പോകുന്നുള്ളൂ. കുറച്ചാണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്തോ അച്ചീവ് ചെയ്തു നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇനിയും മേപ്പോട്ടാണ് പോകാനുള്ളത്, അല്ലെങ്കിൽ നേരെയാണ് പോകാനുള്ളത്. പക്ഷേ റിയാലിറ്റിയിൽ പൊതുവെ സംഭവിക്കാറുള്ളത് നേരെ അടിക്കാണ് പോകണം. അത് എല്ലാവരുടെ കാര്യത്തിലുള്ളതാണത്. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റുന്നത് എന്താ വെച്ചാൽ അധിക പേരും അവിടെ ആ അടിയിൽ പിന്നെ രണ്ടാമതെത്തുന്നതോടുകൂടി അവിടെ ഉരുണ്ട് കളിക്കും. പിന്നീട് ഉയർത്തി നിൽക്കാൻ ചിലപ്പോൾ ശ്രമിക്കാറില്ല. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ലൈഫ് എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഗെയിമാണ്. ഇത് സ്റ്റാറ്റിക്കായിട്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു കാര്യത്തിൽ ചിലപ്പം അപ്പ് മാത്രമായിരിക്കും. ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ, ഇപ്പോൾ പൈസക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകണ കാണാം. പക്ഷേ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, ഇപ്പോൾ ലൈഫിൽ പൈസ മാത്രമല്ലല്ലോ, അതിൽ ചിലപ്പോൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ഗെയിമാണ്. ഇത് റിയലൈസ് ചെയ്താൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ പെട്ട കാരണം കൊണ്ടായിരിക്കാം അടിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തുകൊണ്ട് വീണ്ടും അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടിക്ക് ഇറങ്ങാം, പിന്നെ മേലോട്ട് പോകാം. ഇതൊരു ഗെയിമാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും.